നമ്മുടെ ജുഡീഷ്യൽ എക്സ്പേർട്സിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ട്യൂട്ടറായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ടീച്ചിങ് പ്രൊഫഷനിലൊക്കെ മാം നിലനിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പം നമ്മൾക്ക് ഇപ്പോഴത്തെ ഈ റീസെൻ്റ്ലി കാണുന്ന ഒരു ട്രെൻഡാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിൽ വരുന്ന ആളുകൾ കുട്ടികളെ അബ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവർ സ്വയം കൗൺസിലേഴ്സ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ആവുക, പിന്നീട് കുട്ടികളെ അബ്യൂസ് ചെയ്യുക. ആ സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത്തരം പ്രശ്നങ്ങൾ കുട്ടികൾക്ക് എന്തൊക്കെ എഫക്റ്റാണ് ഉണ്ടാകുന്നത്? ആർക്കാണ് കുട്ടികളെ കൗൺസിൽ ചെയ്യാൻ ശരിക്കും അധികാരവും യോഗ്യതയൊക്കെ ഉള്ളത്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നോക്കൂ, ഇത് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ ഏത് തുറന്നാലും ഉപദേശകരെ കൊണ്ട് നമുക്ക് തട്ടിയും മുട്ടിയും നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അതിനകത്തില് ഈ മതമേലധ്യക്ഷന്മാരുണ്ട്, അച്ഛന്മാര്, മുസ്ലിയാര്, അല്ലെങ്കിൽ പൂജാരികള്, എല്ലാവരും ടീച്ചേഴ്സ്, ഒരു ജോലി ഇല്ലാത്തവരും ഉണ്ട്, വീട്ടമ്മമാര് സഹിതം എല്ലാവരും. കാരണം എന്താണെന്നറിയാമോ ഇതിനകത്തിലെ റീസൺ? ഏറ്റവും അധികം ചൂഷണം ചെയ്യാവുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ളവരാണ്. കുട്ടികളാട്ടെ മുതിർന്നവരാവട്ടെ. അപ്പം ഏറ്റവും അധികം ചൂഷണം ചെയ്യാവുന്നവരും വൾണറബിൾ ആണ് അവര്. അവരുടെ നിവൃത്തിയില്ലായ്മ, അല്ലെങ്കിൽ അവരുടെ മൂഡ് സ്വിങ്സ്, അല്ലെങ്കിൽ അവരുടെ മനോരോഗ പ്രശ്നങ്ങൾ, മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെയും ഇവരെല്ലാവരും ചൂഷണം ചെയ്യും. ആകെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഫേസ്ബുക്കിൽ ഫോളോവേഴ്സിനെ കൂട്ടുക, ഇൻസ്റ്റയിൽ ഫോളോവേഴ്സിനെ കൂട്ടുക, യൂട്യൂബിൽ ഫോളോവേഴ്സിനെ കൂട്ടുക, കാശടിക്കുക. അത്രേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിനോ അല്ലെങ്കിൽ ഇവരെ ആശ്രയിക്കുന്നവർക്കോ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുള്ള ഒരു ലക്ഷ്യത്തിലേ അല്ല. അപ്പോൾ ഇവർക്ക് ഈ വൾണറബിലിറ്റി ഉള്ളത് കൊണ്ട് ഇവർ ഈ വലയിൽ വീഴാനുള്ള സാധ്യത ഏറെയാണ്. അത് കുട്ടികളാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിലും ദേ ആർ ഹൈലി വൾണറബിൾ. അപ്പം അത് ചൂഷണം ചെയ്താണ് ഇങ്ങനെയുള്ളവർ ഈ കളിയെല്ലാം കളിക്കുന്നത്. ഇത് ചൂഷണം ചെയ്ത് ടു ആൻ എക്സ്റ്റെൻഡ് അതൊരു സെക്ഷൽ അബ്യൂസിലേക്കും അല്ലെങ്കിൽ അതൊരു ഇമോഷണൽ അബ്യൂസിലേക്കും, അത് വാട്സാപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ മെസ്സഞ്ചറിലാണെങ്കിലും ഒരു ചാറ്റിലേക്കും ഓരോ കുരുക്കിലും ഇവരെ ഡ്രാഗ് ചെയ്ത് ഇടും എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ്. ഇപ്പം ഈ റീസെൻ്റ്ലി തന്നെയാണെങ്കിലും പ്രശസ്ത ഇൻഫ്ലുവൻസർ മോട്ടിവേറ്റർ ആയിട്ടുള്ള ഒരാൾ അറസ്റ്റിലാവുന്നു. അതേപോലെ തന്നെ വലിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകളെല്ലാം തന്നെ പോക്സോ കേസുകളിൽ അറസ്റ്റിലാവുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി എങ്ങനെയാണ് ഇവരിൽ നിന്ന് എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ സാധിക്കും? അതിനാദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഗവൺമെന്റിന് റോളുണ്ട്, അതുപോലെ തന്നെ പേരൻസിനും റോളുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും അതിന് റോളുണ്ട്. ആരാണ് ഇവരെ വളർത്തുന്നത്? നാം ഓരോരുത്തരും തന്നെയാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഇവരുടെ വീഡിയോസ് കണ്ടാണ് ആ അൽഗോരിതം അനുസരിച്ച് അറിയാമല്ലോ, ഫേസ്ബുക്ക് ആണെങ്കിലും എല്ലാം വീണ്ടും വീണ്ടും ആ തരത്തിലുള്ള സിമിലർ വീഡിയോസ് നമുക്ക് ഇട്ട് തരും, നമ്മുടെ വോളിൽ വരും. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരുമാണ് ഉത്തരവാദികൾ. ഇത് ഡൗട്ട്ഫുൾ ആണ്, ഇവർ ക്വാളിഫൈഡ് അല്ലെന്ന് തോന്നിയാൽ നമ്മളത് നോട്ട് ഇൻട്രസ്റ്റഡ് കാണിച്ച് അത് വിലക്കണമെന്നുള്ളൊരു അത്യാവശ്യമാണ്. ഗവൺമെന്റിന് നല്ല റോളുണ്ട്. കാരണം ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിറങ്ങുന്നവർ, മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞിറങ്ങുന്നവർ ഈ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് വരുന്നവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അവർ നോക്കണം. ഏറ്റവും അധികം വ്യാജന്മാരുള്ള സ്ഥലം ഇതാണ്. ഇത് വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്ന് കരുതണ്ട. ഈ മേഖലയിൽ ഇപ്പോൾ ഞാൻ സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ എനിക്ക് സൈക്കാട്രിയെ കുറിച്ച് സംസാരിക്കാനുള്ള ആധികാരികമായിട്ടുള്ള ഒരു വകുപ്പ് എനിക്കുണ്ട്. നേരെ മറിച്ച് ഞാനൊരു നെഫ്രോളജിസ്റ്റ് അല്ലാത്തടത്തോളം കാലം കിഡ്നിയുടെ ഇഷ്യൂസിനെ കുറിച്ച് ഞാൻ ആധികാരികമായി സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ചൂഷണം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് പറയുന്ന പീഡിയാട്രിഷ്യന്മാരുണ്ട്, ഹോമിയോപ്പതിക്കാരുണ്ട്, ആയുർവേദക്കാരുണ്ട്. ആർ ദേ ക്വാളിഫൈഡ് ഇൻ ഹാൻഡ്ലിംഗ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. അല്ലെങ്കിൽ അവർ പഠിച്ച കാര്യം അവർ പറഞ്ഞോട്ടെ, നമ്മളതിനെതിരല്ല. അവർ പഠിക്കാത്ത സ്പെഷ്യാലിറ്റിയെ കുറിച്ച് അവർ ആധികാരികമായിട്ട് വന്ന് അവരുടെ FB-യിലൂടെയോ അല്ലെങ്കിൽ അവരുടെ യൂട്യൂബിലൂടെയോ അവർ പറയാൻ പാടില്ല. അപ്പോൾ ഇത് ആരൊക്കെയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വിദ്യാഭ്യാസം ഉള്ളവർ മുതൽ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവർ വരെ ഉണ്ട്. ഇവരുടെയൊക്കെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഈ വൾണറബിൾ കാൻഡിഡേറ്റ്സിനെ എന്തെങ്കിലുമൊക്കെ നന്നായി സംസാരിച്ച് വളരെ ഫ്ലവറി ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് സംസാരിച്ച് അവരെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കില്ല. അപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഈ വ്യാജന്മാരെ പൂട്ടാനുള്ള നടപടി ഗവൺമെന്റ് എടുക്കണം. 3 മാസത്തെ കോഴ്സ് കഴിയുമ്പോൾ കൗൺസിലിംഗ് ഡിഗ്രി ആണെന്ന് പറഞ്ഞ് ഇരിക്കുന്നവരുണ്ട്. ഡിസ്റ്റന്റ് ആയിട്ട്, അതാണ് ഏറ്റവും വലിയ അത്ഭുതം, ഡിസ്റ്റന്റ് ആയിട്ട് കോഴ്സസ് എടുത്ത് ഡിസ്റ്റന്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സസ് എടുത്ത് കൗൺസിലേഴ്സ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. ഈ ഡിസ്റ്റന്റ് ആയിട്ടൊക്കെ അവർക്ക് എന്ത് അറിവാണ് കിട്ടുന്നത്? എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്? ഇപ്പൊ ചോദിക്കുമ്പോൾ പറയാം ഞങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെന്ന്. പലപ്പോഴും ഞാൻ ആഡ് കണ്ടിട്ടുണ്ട്, ഞാൻ സ്ഥലം പറയുന്നില്ല, അവിടെ 3 മാസത്തെ കൗൺസിലിംഗ് കോഴ്സ് ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ കൗൺസിലറായിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്നാണ് പറയുന്നത്. RCI റെക്കഗ്നേഷൻ ഇല്ലാത്ത ഒരാളിനും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല.
ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റ് അല്ലാതെ ആർക്കും മരുന്ന് എഴുതാൻ പാടില്ല. പക്ഷേ ഇവർ കാണിക്കുന്ന അങ്ങേയറ്റം എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റ് ആണെങ്കിലും കൗൺസിലർ ആണെന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്, അവർ അടുത്തുള്ള ഫിസിഷ്യൻ ടൈപ്പാണ് അവരുമായിട്ട്. വാട്സാപ്പിൽ മരുന്ന് എഴുതി കൊടുക്കും. ആരാണ്? സൈക്കോളജിസ്റ്റ്. ഇവരെങ്ങനെയാണ് പഠിച്ചത്? ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിന്റെ കൂടെ നിന്ന് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നിന്നിട്ട് കുറച്ച് മരുന്നൊക്കെ പഠിച്ചെടുക്കും. ഫിസിഷ്യൻ അയച്ചു കൊടുക്കും ഇത് ചെയ്യാൻ. ആ ഫിസിഷ്യൻ എന്നിട്ട് ആ മരുന്നിട്ട് കൊടുക്കും. ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റിന്റെ മരുന്ന് എഴുതാൻ പറ്റത്തില്ല. പിന്നെ മരുന്ന് എഴുതുന്ന സൈക്കോളജിസ്റ്റുമാരും ഉണ്ട്. അവർക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും ഇതുപോലെ അവിടെ ഇവിടെ നിന്ന് പഠിച്ചെടുത്തിട്ട് മരുന്ന് എഴുതുന്ന സൈക്കോളജിസ്റ്റ് ഉണ്ട്. മരുന്ന് എഴുതുന്ന കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാരാണ് തടയിടേണ്ടത്? ഈ വ്യാജന്മാരെ ആരാണ് തടയിടേണ്ടത്? ഗവൺമെൻറ്റാണ് അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കേണ്ടത്, അല്ലാതെ വേറെ ആരുമല്ല. പിന്നെ പേരൻസിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അവർക്കും അറിയാമല്ലോ. ഇത് ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് നോക്കിയാൽ, ഇന്നത്തെ കാലത്ത് നമുക്ക് ഗൂഗിൾ നോക്കിയാൽ അവരുടെ ക്വാളിഫിക്കേഷൻ അറിയാൻ പറ്റും. പറ്റിയില്ലെങ്കിൽ ഓർത്തോളം ഇത് വ്യാജനാണ്, ഇവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണോ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ അത് വിലക്കേണ്ടത് ആവശ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ കാണാൻ പാടില്ല. ഏറ്റവും അധികം പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റിഗ്മയുണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ വന്ന് കാണാൻ. പണ്ട് കാലം മുതലേ നമ്മുടെ സമൂഹത്തിൽ സ്റ്റിഗ്മ കൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു മോശം കാര്യമാണെന്നുള്ളൊരു സ്റ്റിഗ്മ. അപ്പോൾ അതും കൂടെ ഇവർ മുതലെടുക്കും. കാരണം സൈക്കാട്രിസ്റ്റിന്റെ അടുത്തൊന്നും പോകണ്ട, അതിന്റെ ആവശ്യമില്ല, വേണ്ടെന്ന് ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവർ കുറെ PR വർക്കിന് കുറെ പേരെ ഇരുത്തിയിട്ടുണ്ടായിരിക്കും. അവരെയും കൂടെ പാട്ടിലാക്കി ആ തരത്തിലും ഇതിനെ മുതലെടുക്കുന്നു. മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് എന്തോ ഒരു മോശപ്പെട്ട സംഗതിയാണെന്നുള്ള ഒരു, പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ മാറുന്നതിന് യൂട്യൂബ് ചാനൽസ് ഉൾപ്പെടെ, താങ്കൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇതേപോലെ സാറ്റലൈറ്റ് ചാനൽസിനും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. കാരണം അവർ പലപ്പോഴും ആളുകളുടെ സംശയം മാറ്റുന്നതിനും അവരുടെ തെറ്റിദ്ധാരണ മാറ്റുന്നതിനും സ്റ്റിഗ്മ മാറ്റുന്നതിനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം ഡെയിലി ആൾക്കാർക്ക് ഇപ്പം അറിയാം ഇതൊരു സാധാരണ രോഗം പോലെ തന്നെയാണ്, സാധാരണ ഒരു ഇഷ്യൂ പോലെ, നമുക്ക് തലവേദന പോലെ തന്നെ ആണ് ഇതും, മനസ്സിന്റെ വേദന എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഇനിയും നമുക്ക് there is a long way to go.